ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ മുകളിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടനയ്ക്കും നിലവിലെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും നിരവധിയായ കോടതി വിധികൾക്കും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഉത്കണ്ഠാജനകമാണ്. വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണോ നമ്മുടെ രാജ്യം പോകുന്നത് എന്നുകൂടി സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഇപ്പൊ നമ്മളിത് നിസ്സാരം പട്ടിയായിട്ട് തോന്നി, നാളെ മനുഷ്യനും ഇതേ അവസ്ഥ ഉണ്ടായാലോ? അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ സുപ്രീം കോടതി തന്നെ ഈ കാര്യത്തിൽ ABC നടപ്പാക്കണം എന്ന് പറഞ്ഞ് ക്ലിയർ ആയിട്ടുള്ള ഉത്തരവുകൾ പലവട്ടം കൊടുത്തിട്ടുണ്ട്. ആ ABC പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് രൂപയും മുടക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് എവിടെ പോയി എന്നൊരു നിഷ്പക്ഷമായ അന്വേഷണം നടത്താനും കൂടെ സുപ്രീം കോടതി തയ്യാറാവട്ടെ, അതിനുള്ളൊരു ഏജൻസിയെ വെക്കട്ടെ. അങ്ങനെ ഏജൻസി വെച്ചുകൊണ്ട് നിഷ്പക്ഷമായൊരു അന്വേഷണം നടത്തിയാൽ ഈ പറയുന്ന രീതിക്കുള്ള ABC ഏതായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, കേരളത്തിലെങ്കിലും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ABC നടപ്പാക്കിയാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയം, നിയമപ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കേണ്ട ഒരു കാര്യം, ആ കാര്യം നടപ്പാക്കാതെ അതിന് മുഴുവൻ തെരുവ് നായ്ക്കളുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അതുങ്ങളെ പിടിച്ച് ഷട്ടറിൽ അടയ്ക്കണം എന്ന് പറയുന്നത് തികച്ചും ഒരു യൂട്ടോപ്യൻ ആയിട്ടുള്ള ഐഡിയയാണ്. അതേപോലെ തന്നെ തുഗ്ലക്ക് നിലപാടാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. നമ്മുടെ കോടതികൾ പോലും ഈ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത് കാണുക. കയ്യടിക്ക് വേണ്ടി വിധി പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായ നിയമത്തിന്റെയും ചട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പറയണം. മറ്റൊന്ന്, അങ്ങനെ ഇപ്പൊ നമ്മള് നമ്മുടെ ഇന്ത്യയിൽ അത്രമാത്രം ഷെൽട്ടറും കാര്യങ്ങളും ഒന്നും ഇല്ല. കേരളത്തിലെ പോലത്തെ, കേരളത്തിൽ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കൂ, കേരളത്തിലെ തെരുവ് നായ്ക്കളെ മുഴുവൻ പിടിച്ചിടാനുള്ള ഷെൽട്ടർ സൗകര്യം നമുക്കുണ്ടോ? ഇല്ല. ഇനി ഷെൽട്ടർ സൗകര്യം ഉണ്ടെന്ന് തത്വത്തിൽ സമ്മതിച്ചാൽ, അങ്ങനെ ഷെൽട്ടറിലേക്ക് പിടിച്ച് നമ്മൾ ഇട്ടാല് ഒരു കാരണവശാലും ഇവിടെ തെരുവിൽ നിന്ന് നായ്ക്കൾ ഒഴിവാവില്ല. കാരണം ഒരു വാക്യൂം ക്ലിയർ ചെയ്യാൻ പ്രകൃതി സമ്മതിക്കില്ല, പ്രകൃതി വാക്വമായിട്ട് നിലനിർത്താൻ സമ്മതിക്കില്ല. നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ ഭക്ഷണം കിട്ടുന്നിടത്തോളം കാലം, നമ്മുടെ നാട്ടിലെ തെരുവുകളിൽ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മൃഗങ്ങൾ ഉള്ളിടത്തോളം കാലം ഈ പറയുന്ന പിടിച്ചെല്ലാത്തിനെയും ഷെൽട്ടറിലിടല് ഒരിക്കലും നടക്കില്ല. നമ്മള് ചുമ്മാ ദണ്ഡഗോപുരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ടൗണിലൂടെ നടന്നു നോക്കൂ. രാവിലെയും വൈകിട്ടും ഒക്കെ പണിക്ക് പോകുന്ന തൊഴിലാളികളുടെ കൂടെ പട്ടികൾ പോകണം നമുക്ക് കാണാമല്ലേ. അതേപോലെ തന്നെ ഈ നമ്മുടെ വനവാസി വിഭാഗം, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന നായ്ക്കള്. അതിനെ നമ്മൾ സ്ട്രേ ഡോഗ് എന്ന് വിളിക്കാറില്ല, കമ്മ്യൂണിറ്റി ഡോഗ്സ് എന്ന് വിളിക്കും. ഒരു സമൂഹത്തിന്റെ മൊത്തമായ ഉടമസ്ഥാവകാശത്തിലുള്ള ഒരു നായ്ക്കളാണത്. അതിനെ കെട്ടിയിടുന്നില്ല, കൂട്ടിലടയ്ക്കുന്നില്ല, അതിങ്ങനെ യഥേഷ്ടമായിട്ട് നടക്കുന്നുണ്ട്. ഇതിനെ മുഴുവൻ പിടിച്ച് കൂട്ടിലടയ്ക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വിധി വരിക എന്ന് പറഞ്ഞാൽ ഇത് പുനഃപരിശോധിക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അപ്രായോഗികമായ, ഉത്കണ്ഠാജനകമായ, ഭരണഘടനയ്ക്ക് വിരുദ്ധമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും സുപ്രീം കോടതി വിധികൾക്കും എതിരായിട്ടുള്ള കയ്യടിക്ക് വേണ്ടിയുള്ളൊരു വിധിയാണ് എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവരെ നമുക്ക് തെറ്റുകാരായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് വേണ്ടത് എന്താ? നമുക്കതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമുണ്ടോ എന്നെങ്കിലും അന്വേഷിക്കേണ്ടതാണ്. അതുപോലും അന്വേഷിച്ചിട്ടില്ല. അതേപോലെ നമ്മുടെ ചീഫ് സെക്രട്ടറിമാരെ കോടതിയിൽ വിളിച്ചു വരുത്തിയല്ലോ. അവരുടെ അടുത്തുനിന്ന് ഒരു കണക്കെടുക്കാൻ മേലായിരുന്നു. കേരളത്തിൽ എത്ര ABC നടത്തി, കേരളത്തിലെ ഏത് ഏജൻസിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അതേപോലെ കേരളത്തിലെ നമ്മുടെ എത്രമാത്രം റാബീസ് കേസുകൾ ജെന്യുവിൻ ആയിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറയണമായിരുന്നു. ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വളരെയേറെ നായ്ക്കളുടെ കടികൾ ഏൽക്കുന്നു എന്നാണ്. എനിക്ക് എന്റെ സ്വന്തം അനുഭവത്തിൽ എനിക്കറിയാം, നീർനായ കടിച്ചത് പോലും തെരുവുനായ കടിച്ചതാണ് എന്ന് രേഖപ്പെടുത്തിയ ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട് നമ്മുടെ നാട്ടില്. നീർനായ നമുക്കറിയാം, നീർനായ ഒരു വന്യജീവിയാണ്. ആ വന്യജീവി കടിച്ച കേസുകൾ പോലും ഇത് തെരുവുനായ കടിച്ചതാണ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയ സംഭവം നമ്മുടെ രാജ്യത്തിലെ ചില ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലുണ്ട്.
ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ? അതേപോലെ പൂച്ച മാന്തിയാലും പട്ടി മാന്തിയാലും വളർത്തുപട്ടി മാന്തിയാലും അതെല്ലാം അവസാനം ആ പാവഭാരം ചുമത്തിയിരുന്നത് നമ്മുടെ തെരുവുനായകളുടെ തലയ്ക്കാണ്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, പല സ്ഥലങ്ങളിലും ഈ സ്ത്രീകൾ ഇരുന്ന് മീൻ കഴുകുന്ന സമയത്ത് പൂച്ച അടുത്തിയല്ലും അതിങ്ങനെ പുറം കൈ കൊണ്ടായ പൂച്ചയെ തട്ടി കഴിയുമ്പോൾ ആ പൂച്ച മാന്തി കഴിയുമ്പോൾ അവിടെ രേഖപ്പെടുത്തുന്നത് ആന്റി റാബീസ് വാക്സിനേഷൻ എടുക്കുന്ന എല്ലാ കേസുകളും തെരുവുനായകളുടെ തലയ്ക്കിൽ കെട്ടിവെച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അതിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് കുറെ കൂടെ ഇത് ചെയ്തിട്ട് വിഭാഗീകരിച്ചിട്ട് ഓരോ ഐറ്റം തിരിച്ചൊക്കെ ഇന്ന് കുറെ കൂടെ രേഖപ്പെടുത്തും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.